പ്രിയമുള്ളവരെ, ഞങ്ങൾ ക്രൈസ്തവ ഇസ്ലാം സംവാദ മേഖലകളിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ കുറിച്ച് സംവാദ മേഖലയിലെ എതിർകക്ഷികളായ ദാവ പ്രവർത്തകർ നിരന്തരം പറയുന്ന ഒരാക്ഷേപം, മുഹമ്മദിനെക്കുറിച്ച് തെറി പറയുന്നു, ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു. ഞങ്ങളതിനൊക്കെ മറുപടി പറഞ്ഞു എന്തിനാണാവോ നിങ്ങളുടെ കിതാബിൽ ഇങ്ങനെ എഴുതി വച്ചത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചിട്ടു അത് കേട്ട ഭാവം നടിക്കാതെ ഞങ്ങൾ തെറി പറയുന്നു എന്ന് കരയുകയാണ്. അത് അനിൽക്കുടിത്തോട്ടത്തെക്കുറിച്ച് മാത്രമല്ല, ബദർ ജെറി തോമസിനെ പറ്റി, അനിൽകുമാർ അയ്യപ്പനെ പറ്റി, പ്രിയ സുഹൃത്ത് വർഗീസം സാമുവലിനെ പറ്റി, സിജോ ജോസഫിനെ പറ്റി, ഗുരു ജോർജിനെ പറ്റി, അജീഷ് ആൻ്റണിയെക്കുറിച്ച്, അങ്ങനെ ഈ മേഖലയിൽ നിൽക്കുന്ന മിക്കവാറും ആളുകളെപ്പറ്റി എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾ പറയുന്ന ഒരാക്ഷേപത്തിന് ഞാൻ പരിഹാരം തേടാൻ ഒന്ന് ശ്രമിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ഹദീസിലുമൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, മുഹമ്മദിനെ ഒരു സ്ത്രീലമ്പടനായും മാതൃകാവിരുദ്ധനായും ഒക്കെ കാണാൻ പറ്റുന്ന ക്രിമിനൽ സ്വഭാവം ഞങ്ങളുടെ പഠനത്തിൽ ദർശിക്കാൻ പറ്റിയതുകൊണ്ട് കിതാബുകൾ ഉദ്ധരിച്ച് കൃത്യമായി തന്നെ ഞങ്ങളത് പറഞ്ഞു എന്നതൊരു സത്യമാണ്. അത് ചീത്തയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ചീത്തയായിട്ടേ ആവിഷ്കരിക്കാൻ പറ്റും. അതാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അത് നിമിത്തം ഇവർ സംവാദത്തിന് വരുന്നില്ല എന്ന് മനസ്സിലാക്കി തിരികെ കളം വിട്ടു. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ കളം വിട്ട മൂന്നാമൻ മുഹമ്മദ് ഈസയാണ്. ഒന്നാമൻ MM അക്ബർ, അദ്ദേഹം പണ്ടേ വിട്ടു. 2 മുജാഹിദ് ബാലുശ്ശേരി, മൂന്നാമനാണ് മുഹമ്മദ് ഈസ. ഇവരൊക്കെ ഇങ്ങനെ കളം വിട്ടതിൽ പറഞ്ഞ കാരണങ്ങളിൽ പ്രബലം ഞങ്ങൾ സംവാദത്തിൽ തെറി പറയും. അല്ല, ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് എങ്ങനെയാണ് മുഹമ്മദിനെ വിലയിരുത്താൻ പറ്റുക? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പിന്നീട് ഈ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ച ചില നവാഗതരുണ്ട് ഈ രംഗത്ത്. ഒന്നാമത് നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദാണ്. മറ്റൊരാൾ സുലൈമാൻ സേട്ടു സാഹിബാണ്. അതൊരു പുതിയ ആളായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹം നിങ്ങൾക്ക് പരിചിതമായിരിക്കാം, എനിക്കറിയില്ല. ഏതായിരുന്നാലും ഇത്തരം ആളുകളുടെ ഇങ്ങനെയുള്ള വിമർശനത്തോട് ഞാനൊരു നയം മാറ്റം നടത്തിയ വിവരമാണ് അറിയിക്കുന്നത്. ഈ വർത്തമാനങ്ങൾ തെറിയാണെങ്കിൽ, ചീത്തയാണെങ്കിൽ, മുഹമ്മദ് ആയിഷയെ സ്വന്തമാക്കാൻ നടത്തിയ അടവുകൾ, അതിന് ശേഷം പിന്നീട് കണ്ട സംഭവങ്ങൾ, തയ്യീം എന്നൊക്കെ പറയുന്ന തരത്തിലെ രീതികൾ, അതിനുശേഷം കണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അത് ഹഫ്സയുടെ വീട്ടിൽ മാരിയത്ത് ഇതിനോടൊത്ത് ശയിച്ചത് ഒക്കെയായ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ ചീത്തയാണ് ഇവർ പറയുന്നത് എന്നിവർക്ക് തോന്നുന്നതിൽ തെറ്റില്ല. അത് ഞാനോർത്തിനി പാട്ട് രൂപേണ ഈ സുഹൃത്തുക്കളുടെ പ്രസംഗം പോലൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ എനിക്ക് ആ ടോണ് വരുന്നില്ല. കുറേയൊക്കെ ശ്രമിച്ചു, വരുന്നില്ല. അപ്പോൾ ഞാൻ സഭ്യമായൊരു ശൈലിയിൽ ഈ കാര്യങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോഴാണ് അക്ബർ സാഹിബ് വളരെ വൾഗറായ രീതിയിൽ ഒരു വീഡിയോ ഇറക്കി. അപ്പോൾ ആ വീഡിയോ മുമ്പ് നിങ്ങൾ കണ്ടു എങ്കിലും അക്ബർ സാഹിബിനും തെറ്റി, ഞാനത് പറയേണ്ടുന്ന രീതിയിൽ ഒന്ന് പറയാം. ആദ്യം നമുക്ക് അക്ബർ സാഹിബിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് തുടങ്ങാം. അക്ബർ സാഹിബെ, എന്തായിരുന്നു വാസ്തവത്തിൽ സംഭവിച്ചത്? പറയൂ. അങ്ങനെയാണ് സൈനബും സയ്യിദും റളിയല്ലാഹു അൻഹുമ തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു. അക്ബർ സാഹിബെ,
താങ്കളുടെ ഈ വീഡിയോ ഞാൻ ജംഗ്ഷൻ മുഹമ്മദ് സാഹിബിന് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സാക്ഷാൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ ചെയ്തതെങ്കിൽ എന്തിനാണ് നിങ്ങൾ മുകേഷിനെ അല്ലെങ്കിൽ രഞ്ജിത്തിനെ അല്ലെങ്കിൽ നിവിൻ പോളിയെ അല്ലെങ്കിൽ സിദ്ദിഖിനെ ഹേമ കമ്മിറ്റിയുടെ പേരിൽ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ ഈ സേട്ടു സുലൈമാൻ സേട്ടു സാഹിബ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും എന്നെ ജാരസന്തതി എന്നെല്ലാം വിളിച്ചു. സത്യത്തിൽ മുഹമ്മദ് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളെന്തിനാണിത് ഈ രൂപത്തിൽ പറഞ്ഞത്? അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളിനി പറയേണ്ടത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതുമായ ഒരു ശൈലി ഒന്ന് ബോധിപ്പിച്ചു തരാം. ഇതെങ്ങനെ പറയാം? അള്ളാഹുവിൻ്റെ തിരുദൂതൻ അള്ളാഹുവും കൂടി മുൻകൈ എടുത്തുകൊണ്ട് സെയ്ദിനെ കൊണ്ട് തൻ്റെ മുറപ്പെണ്ണായ ബാര എന്ന് മറുപേരുള്ള സൈനബ് ബ്രാക്കറ്റിൽ റായെ സെയ്ദ് വിവാഹം കഴിച്ചു. രണ്ടുപേർക്കും താല്പര്യമല്ലാതിരുന്നിട്ടും അങ്ങനെ കഴിച്ചേ പറ്റൂ എന്നതിന് അള്ളാഹുവും മുഹമ്മദും ചേർന്ന് ആലോചിച്ച കാര്യമാണെന്ന് അവർ ഇരുവരും പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും അതിന് വഴങ്ങി. അത് വെറുതെ ആയിരുന്നില്ല. ആ കാലത്ത് നാട്ടിലൊരു വല്ലാത്ത തിന്മ പ്രചരിക്കുകയായിരുന്നു. ആളുകൾ ഈ ദത്തുപുത്രന്മാരെ ഒക്കെ സ്വന്തമാക്കിയിട്ട് അവരെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്ന കണ്ടപ്പോൾ കരുണാനിധിയായ അള്ളാഹുവിന്, അള്ളാഹു ഊത്താലയോ അങ്ങനെ കണ്ടൊരു പേരാണ്, അപ്പോൾ ഊത്താല അള്ളാഹുവിന് ഇത് കണ്ടപ്പോൾ ഇത് കൊള്ളൂലല്ലോ, എന്തിനാണ് ഞാൻ അനാഥമാക്കിയ ഈ മനുഷ്യരെ പിടിച്ച് നിങ്ങളൊക്കെ കൂടെ ചേർക്കുന്നത്? അത് വേണ്ട, ആക്കളി വിട്ടേക്ക് എന്ന് അള്ളാഹുവും അവിടുത്തെ തിരുദൂതരും കൂടിയിരുന്ന് ആലോചിച്ചു. ഇവർ രണ്ടാളും കൂടി പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ ശേഷം ഈ ആശയം ഇവരോട് പറഞ്ഞു. ഇനി നമ്മുടെ അബ്ദുള്ള സാഹിബ് പറയുന്നത് നമ്മൾ ജനൻ ടി വിയിൽ കണ്ടതാണ്. എങ്ങനെയെങ്കിലും സയ്യിദിൻ്റെ ഒരു തുള്ളി ബീജം സൈനവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം, അതാണ് സയ്യിദ് ആവശ്യം കഴിഞ്ഞാൽ അവളെ നാം നിനക്ക് തന്നിരിക്കുന്നു എന്നുള്ള തിരുവരുളപ്പാട് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടു. ഇനിയും അങ്ങ് ഇതിന് പറഞ്ഞ ആ വിശദീകരണ സംഭവം, ആ പശ്ചാത്തലത്തിലൂടെ ഞാനും ഒന്ന് വരിക. ഇവരുടെ വിവാഹാനന്തരം ഒരു ദിവസം തൻ്റെ മാനസപുത്രനായ സയ്യിദ് റായക്കാണ് മുഹമ്മദ് നബീസ എന്ന തിരുദൂതർ വീട്ടിലേക്ക് എത്തി. അപ്പോൾ സൈനബ് റായ തിരുദൂതർ തിരുതുണി പൊങ്ങിയതായി കണ്ടു. ആ തിരുപൊങ്ങൽ കണ്ടപ്പോൾ നബി സായിക്ക് അവളോട് അവളുടെ സൗന്ദര്യം ബോധിച്ചു. ഇതിൻ്റെ ഇടയ്ക്കൊരു സംശയം, ഈ തുണി പൊങ്ങിയപ്പോൾ സൗന്ദര്യം കണ്ടു എന്ന് പറഞ്ഞു, മുഖത്തല്ലേ മനുഷ്യൻ്റെ സൗന്ദര്യം? അതെൻ്റെ ഒരു സംശയമാണ്, തെറിയായിട്ടൊന്നും ഓർക്കരുത്. അപ്പോൾ തുണി പൊങ്ങുന്നു, തിരുസൗന്ദര്യം തിരുനബി കാണുന്നു. ഇനി തിരുനബി സയ്യിദ് റായെ തിരുമൊഴി ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ സയ്യിദ് സൈനബ് റായെ തിരുമൊഴി ചൊല്ലി ഒഴിവാക്കുന്നു. തിരുമേനി തിരുവിവാഹം കഴിച്ച് സൈനബ് റായെ സ്വന്തമാക്കുന്നു. അള്ളാഹു ആയത്തിറക്കി ആ കല്യാണം അല്ല തിരുവിവാഹം ആശീർവദിക്കുന്നു. ഇങ്ങനായിരുന്നില്ലേ അക്ബർ സാഹിബെ പറയണ്ടേ? ഏതെങ്കിലും ഒരു മൗലവി ഇത്ര മാന്യമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ശൈലി മാറ്റി, കാരണം എനിക്ക് നിങ്ങളുടെ ഈ അപവാദം കേട്ടും മടുത്തു. അതുകൊണ്ട് ഞാനിനി ഇങ്ങനെ പറയും. ഇനി ഇതിൽ ഭേദഗതി വേണമെങ്കിൽ കുറേ വിനയാന്വിതനാകാൻ ഞാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അധികം ദീർഘമാകാതെ അവസാനിപ്പിക്കാം. ഇനി ഞാൻ ശാന്തനായി ഇത്തരം കാര്യങ്ങൾ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് മദനി ഉസ്താദിലേക്ക് ഒന്ന് പോകാം. ഹാരിസ് മദനി സാഹിബെ,
നമുക്ക് ആ തഹരീം ഒന്ന് ചർച്ച ചെയ്യാം. ഇതൊത്തിരി നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിലും ഞാനിതിനൊരു പുത്തൻ വേർഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറയൂ. പറ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് മെച്ചപ്പെട്ട നിലയിലാണ് പറയുന്നത്, അല്ലാതെ തുണി പൊങ്ങി എന്നൊക്കെ പച്ചയ്ക്ക് പറയല്ല. തിരുതുണി ഇങ്ങനെ പറയാം. തന്നെയല്ല, ലോകത്താദ്യമായിട്ട് അള്ളാഹ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തൊരു സംഭവമാണ്. അള്ളാഹ് രക്ഷകർത്താവായിട്ട് നിന്ന് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കല്യാണമാണ്. അപ്പോൾ തിരുതുണിയും തന്നെ പറയണം. തിരുതുണി പൊങ്ങിയപ്പോൾ തിരുവികാരമുണ്ടായി എന്ന് പറയണം. ഇതാണ് അതിൻ്റെ ഒരു മാന്യത. ഇതുപോലെ നമുക്ക് ഈ തഹ്രീം അവതരിക്കാനിടയായ സന്ദർഭം എന്ന് വെച്ചാൽ 66-ാം അധ്യായമാണ് തഹ്രീം, അർത്ഥം നിഷിദ്ധമാക്കൽ. എന്തു വേണ്ട എന്തു വേണം അത് അവതരിപ്പിക്കുക. നമ്മൾ പറയലേ, പൂഞ്ഞാർ നവധാര തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു നികുംഭില, അല്ലെങ്കിൽ രാവണ രാക്ഷസൻ എന്ന് പറഞ്ഞ പോലെ അല്ലാഹു ഊത്താല അവതരിപ്പിക്കുന്നു തഹ്രീം. ഒരു മ്യൂസിക് കൂടെ കൊടുക്കണം. അപ്പോൾ തഹ്രീമിൻ്റെ അവതരണം ഈ ഉസ്താദ് പറയുന്നതിലും മാന്യമായിട്ട് ഞാൻ പറയാനാണ് ശ്രമിക്കുന്നത്. അതെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ അറബി തെറ്റി പോകുന്നത് കൊണ്ട് ആ സല്ലമ്മ എന്നുള്ളത് ഞാൻ ചെല്ലമ്മ എന്ന് മാറ്റി. എനിക്കങ്ങനെ മാറ്റിക്കൂടെ? അങ്ങനെ മാറ്റാം. അപ്പോൾ ഈ ചെല്ലമ്മ എന്ത് ചെയ്തു? ഒരു ദിവസം തൻ്റെ തിരുഭാര്യയാകുന്ന ഹഫ്സ ബീബിയുടെ തിരുവീട്ടിലേക്ക് ചെല്ലുന്നു. ആ തിരുഭവനത്തിൽ അപ്പോൾ ഹഫ്സ ബീബി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തിരുദൂതർ അവിടുത്തെ അടിമ ഭാര്യ, അടിമ സ്ത്രീ എന്നുള്ളത് പറഞ്ഞാൽ മുഹമ്മദ് ഈസ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ആരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നപ്പ, അടിമ ഭാര്യയായ മാരിയത്തിനെ അവിടേക്ക് തിരുക്ഷണം നടത്തും. അങ്ങനെ മാരിയത്ത് ഹഫ്സ റായുടെ തിരുവിരിപ്പിലേക്ക് വരുന്നു. ആ തിരുവിരിപ്പിൽ കിടന്ന് തിരുദൂതരും ഈ മരിയ റായും മാരിയത്ത് റായും തിരുശാരീരിക ബന്ധത്തിലേർപ്പെടും. മുഹമ്മദ് ഭാഷയിൽ പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കും. അപ്പം നമുക്കത് കട്ടിയാക്കണ്ട. എന്നിട്ട് അപ്രതീക്ഷിതമായി ഈ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടാകും. ഇടയ്ക്ക് നാടകീയത വരുന്നു അല്ലേ? അവിടേക്ക് ഹഫ്സ റ ഓടിയെത്തും. ഹഫ്സ റ കരയുകയാണ്. തിരുദൂതരെ, നിങ്ങളെന്നെ ആക്ഷേപിക്കരുതായിരുന്നു. ഈ പാത്തോസ് കയറി വരണം. തിരുദൂതരെ, നിങ്ങളെന്നെ ആക്ഷേപിച്ചു. എന്ത് വൃത്തികേടാണ് അങ്ങ് കാണിച്ചത്. എൻ്റെ വിരിപ്പിൽ കിടന്നു ഈ തിരുപ്പോരാട്ടം വേണ്ടായിരുന്നു, ഈ തിരുപ്രകടനം വേണ്ടായിരുന്നു. കാരുണ്യത്തിൻ്റെ അപ്പോസ്തലൻ തിരുദൂതർ ഒന്ന് പുഞ്ചിരിച്ചു. തിരുദൂതരത്ര ജീവിതം കണ്ടത്, കൊക്കത്ത കുളം കണ്ടത്. തിരുദൂതർ അവളോട് പറഞ്ഞു, അല്ലാഹുവാ, ഞാൻ ഇനി മാര്യത്തിനെ പ്രാപിക്കില്ല. ബാലുശ്ശേരി പറഞ്ഞോടെ 100%. ഇത് സത്യം സത്യം സത്യം. ഇവിടെയൊക്കെ മ്യൂസിക് ഇടേണ്ടതാണ്. പക്ഷെ എന്തോ ചെയ്യുന്നു. ഇതിന് ശേഷം
തിരുദൂതർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. താൽക്കാലികമായി രംഗം ശാന്തമായി. 3 പേരും 3 വഴിക്ക് പിരിഞ്ഞു. തിരുദൂതർ തീരുമാനിച്ചു ഇതെങ്ങനെ പരിഹരിക്കും. അപ്പോൾ ഇതിനു മുമ്പേ തിരുദൂതർ പറഞ്ഞു വെച്ച സത്യമുണ്ടല്ലോ, ആയിഷയോട് പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അബ്സാറ ആയിഷ റായുടെ അരികിൽ ചെന്ന് ഇത് പറഞ്ഞു. ആയിഷ റാ ബാക്കി 11 റായോടും കൃത്യമായി ഇതങ്ങ് പറഞ്ഞു. ദൃക്സാക്ഷി വിവരണം പോലെ ഇതങ്ങ് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ കുശുകുശുത്തപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഒരു ഭാര്യയുടെ അടുത്ത് പോകുന്നില്ല. ഒരു ടോട്ടൽ വർജനം, ഒരു മൊറട്ടോറിയം. കരുണാമയനായ അല്ലാഹു സമയോചിതമായിട്ട് പറ്റും. ദാ പിടിച്ചു ആയത്ത്. എത്ര ആയത്ത് നിനക്ക് വേണം? നീ ഏത് പ്രതിസന്ധിയിലാകപ്പെടുന്നോ ആയത്ത് റെഡി. നിനക്കൊരു ദുഃഖവും വരാതിരിക്കാൻ പുതിയ പുതിയ ആയത്തുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ തിരുവായത്ത് വന്നതാണ് ഈ തഹരി. നബി, നീ നിൻ്റെ ഭാര്യമാരെ പേടിച്ച് അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന വിശേഷ വിഭവങ്ങളെ നിഷേധിക്കുന്ന എന്തിന്? അന്ന് മുഹമ്മദിന് മനസ്സിലാക്കി തൻ്റെ തെറ്റ്. ജീവിതത്തിൽ ഒരു തെറ്റേ മുഹമ്മദ് ചെയ്തുള്ളൂ. അതെന്താണ്? മാര്യത്തിനെ പ്രാപിക്കില്ല എന്ന് അള്ളാഹയെ കൂട്ടി സത്യം ചെയ്തു. തൻ്റെ പടച്ചവനായ അല്ലെങ്കിൽ താൻ പടച്ചവനായി ഉയർത്തിയ തനിക്ക് വേണ്ടി ആയത്തുകൾ ഒരു തടസ്സവുമില്ലാതെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവാൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് അങ്ങനെ അള്ളാഹു തനിക്ക് അനുവദിച്ചത് നിഷിദ്ധമാക്കിയല്ലോ എന്നുള്ള കുറ്റബോധം അന്ന് രാത്രി മുഴുവൻ ഈ കാരുണ്യവാനെ ഭരിച്ചു. അദ്ദേഹം ഏങ്ങി ഏങ്ങി കരയുകയാണ്. ഇടക്ക മുഴുവൻ കണ്ണീരുകൊണ്ടെന്ന് പറഞ്ഞു. അതിപ്രവാദം സുബഹിൻ്റെ നേരം ബാങ്ക് വിളിക്കുന്നത് കേട്ട് പള്ളിയിൽ പോകുന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം തൻ്റെ ദിനചര്യകളിലേക്ക്, പ്രസിദ്ധമായ ദിനചര്യകളിലേക്ക് തിരുദൂതർ കടക്കുകയാണ്. മദനി സാഹിബ് ഇങ്ങനെയാണ് ഇത് പറയേണ്ടത്, ഇനി ഞാനിങ്ങനെ പറയും. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയാനുള്ള എൻ്റെ പ്രേരക ശക്തി 1 MM അക്ബർ, 2 ബാലുശ്ശേരി, 3 മുഹമ്മദ് ഈസ, 4 നമ്മുടെ ജംഗ്ഷൻ ഡോക്ടർ, 5 നമ്മുടെ പുതിയ സേട്ട്. അപ്പോൾ സേട്ടു, അതുകൊണ്ട് ഞാനിനി അള്ളാഹുവാണെന്നൊന്നും പറയുന്നില്ല. എൻ്റെ ശൈലി മാറ്റിയിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായൊരു ഭാഷയിൽ ഒരു ചീത്തത്തരവും പറയാതെ ഞാൻ ഇതിനെ ഏറ്റവും മനോഹരമാക്കി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കാണണം.